കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ച് അപമാനിച്ചതിൽ മനം നൊന്ത യുവതി ജീവനൊടുക്കിയതായി പരാതി. നാലത്തടുക്ക സ്വദേശി ജസീലയുടെ മരണത്തിലാണ് ആരോപണമായി കുടുംബം രംഗത്തെത്തിയത്. അയൽവാസികൾ സ്വർണം മോഷ്ടിച്ചതായി ആരോപിച്ചതിനെ തുടർന്ന് മാനസിക വിഷമത്തിലാണ് ആത്മഹത്യയെന്ന് കാണിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. നിരപരാധിയാണെന്ന് പറഞ്ഞ് വീഡിയോ ചിത്രീകരിച്ചതിനു ശേഷമായിരുന്നു ആത്മഹത്യ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നാലത്തടുക്ക സ്വദേശിയായ ജസീലയെ വീട്ടിനകത്ത് വിഷമകത്ത് ചെന്ന നിലയിൽ കണ്ടെത്തിയത്. കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച മരണം സംഭവിച്ചു. ഭർത്താവിന്റെ അയൽവാസിയായ വീട്ടുകാർ ജസീല സ്വർണ്ണമാല മോഷ്ടിച്ചതായി ആരോപിച്ചിരുന്നു. തുടർന്ന് ആദൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ജസീലയെ ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ. മരണത്തിനു മുമ്പ് ജസീല ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. എന്റെ ഫ്രണ്ടിന്റെ ഉമ്മാന്റെ ഗോൾഡ് മിസ്സായി ഞാൻ എടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും അറിയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എന്റെ വീട്ടിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കാവര്. ഹസ്ബൻഡിന്റെ വീട്ടുകാർ എല്ലാരും അറിഞ്ഞില്ല. എന്റെ വീട്ടിൽ ആർക്കും സമാധാനമില്ല. എല്ലാരും മരിക്കേണ്ട അവസ്ഥയില്ല. എന്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി എന്റെ ഫ്രണ്ട് അഫ്രീദിന്റെ ഉമ്മ അപ്പ ആ വീട്ടുകാരെടുക്കാതെ എന്നെ നാണം കെടുത്തിട്ട് വന്നിട്ട് രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ടായി. അവരെന്തൊക്കെയോ അനാവശ്യം പറഞ്ഞിട്ട് പോയി. തൊട്ടടുത്ത വീട്ടിലെ യുവാവുമായി ജസീല സൗഹൃദത്തിലായിരുന്നു. യുവാവ് വ്യാപാര സ്ഥാപനം തുടങ്ങുന്നതിന് ജസീലയിൽ നിന്ന് സ്വർണം കടമായി വാങ്ങിച്ചിരുന്നു. ഈ സ്വർണം തിരികെ ആവശ്യപ്പെട്ടതിന് പിന്നാലെ മോഷണക്കുറ്റം ആരോപിക്കുകയായിരുന്നുവെന്ന് ജസീലയുടെ ബന്ധുക്കൾ പറഞ്ഞു. വ്യാജ മോഷണക്കുറ്റവും സ്വഭാവദൂഷ്യവും ആരോപിച്ചതിനെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദത്താലാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളുടെ പരാതി. ഭീഷണിപ്പെടുത്തി ഭർത്താവിന്റെ ഉമ്മാവും വന്നിന് പൊങ്ങും വന്നിന് ഓർമ്മത്ത് എന്തെല്ലാം പറഞ്ഞു ബാണ്ട ഉള്ളറടി എന്റെ റെസ്റ്റ് എടുക്കണമെന്നെല്ലാം പറഞ്ഞു. ഒക്കെ ബേജാറായിട്ട് ഒരാള് പാക്കും പറയാല. അങ്ങനത്തെ പെണ്ണ് 2 പിള്ളേരുണ്ട്. പിള്ളേർ പോയി, ഉമ്മ പോയി. 2 മക്കളുള്ള ജസീലയുടെ ഭർത്താവ് വിദേശത്താണ്. ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് മാനസിക പീഡനമുണ്ടായതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. ജസീലയുടെ മരണത്തിൽ വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ബന്ധുക്കളുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ജസീലയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു. കൈരളി ന്യൂസ്, കാസർഗോഡ്.